ഫിഖ് 230. ഇസാലത്തു ഷുഊർ, മുടികളെ നീക്കം ചെയ്യൽ. വൃത്തിയും ഭംഗിയും വേണം എന്ന് ഇന്നലെ പറഞ്ഞു, അത് സുന്നത്താണെന്ന്. മുടികൾ നീക്കിക്കൊണ്ടുള്ള വൃത്തിയാകൽ, അത് സംബന്ധിച്ചാണ് പറയുന്നത്. നുദിബ ഇസാലത്തു ഷുഊരി ഇബ്തിഹി വ അൻഫിഹി വ ആനത്തിഹി. കക്ഷം, നാസിക, ലിംഗം, ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള രോമങ്ങളെ നീക്കം ചെയ്യൽ സുന്നത്താണ്. ഖസ്സു ഷാരിബിഹി, പുരുഷൻ്റെ മീശ വെട്ടലും സുന്നത്താണ്. ഹത്താ തബുദുവ ഹംറത്തു ഷഫത്തി, ചുണ്ടിൻ്റെ ചുവപ്പ് വ്യക്തമാകുന്നത് വരെ മീശ പറ്റ വടിക്കരുത്. ചുണ്ടിൻ്റെ ചുവപ്പ് വ്യക്തമാകുന്നത് വരെ വെട്ടിക്കളയലാണ് സുന്നത്ത്. ഇതുപോലെ കക്ഷത്തിലെയും മൂക്കിലെയും ഒക്കെ രോമങ്ങളും നീക്കം ചെയ്യണം. അങ്ങനെയാണ് ബോഡി വൃത്തിയാക്കേണ്ടത്. കുരിയ ഹൽക്കു ലഹിയത്തി റജുലി, പുരുഷൻ്റെ താടിരോമങ്ങൾ വടിക്കൽ കറാഹത്താണ്. ബൽ ഖാല കസീറൂന ബിഹുർമത്തിഹി, എന്നു മാത്രമല്ല ധാരാളം ആലിമീങ്ങൾ പുരുഷൻ്റെ താടി വടിക്കൽ ഹറാമാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുരുഷന്മാർ താടി വടിക്കരുത്. വയുന്തബു ഇസാലത്തു ഷാരിഹി, തലമുടി നീക്കൽ സുന്നത്താണ്. ഫി തഹലിൽ നുസുക്കി, ഹജ്ജ് ഉംറയുടെ തഹലിൽ, ഹജ്ജിൻ്റെ ഉംറയ്ക്ക് വേണ്ടി ഇറാം ചെയ്താൽ അതിൽ നിന്ന് ഒഴിവാകുന്ന സമയത്ത് മുടി പറ്റ നീക്കം ചെയ്യൽ സുന്നത്താണ്, തലമുടി. വഫി സാബിഇ വിലാദത്തിഹി, പ്രസവിച്ച 7-ാം ദിവസവും തലമുടി പറ്റ നീക്കൽ സുന്നത്താണ്. വൈന്ദൽ ഇസ്ലാമി, അവിശ്വാസിയായ ഒരാൾ ഇസ്ലാമിലേക്ക് വരുമ്പോഴും തലമുടി നീക്കണം. വൈന്ദ തഅദീബിഹി, തലമുടി കൊണ്ട് പ്രയാസവും ബുദ്ധിമുട്ടുമുണ്ടെങ്കിൽ ആ സമയത്തും മുടി നീക്കൽ സുന്നത്താണ്. വൈന്ദ മഷക്കത്തി തഅഹുദിഹി, തലമുടി പരിപാലിക്കാൻ പ്രയാസമാകുന്ന സമയത്തും അത് നീക്കണം. അപ്പോഴൊക്കെ സുന്നത്ത് എന്ന ആ ഹുക്മ് ബാധകമാണ്, കൂലി കിട്ടും. വൈന്ദ ഇഖ്ലാലിഹി ബി മുറുവത്തിഹി, മുടി നീണ്ട് അവൻ്റെ മാന്യതയ്ക്ക് പോലും തകരാറ് വരുത്തുന്ന വിധത്തിൽ നീണ്ടിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നീക്കം ചെയ്യൽ സുന്നത്താണ്. വയഹ്റമു ഫിൽ ഇഹ്റാമി, ഹജ്ജിനും ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്ത സമയത്ത് മുടി നീക്കൽ ഹറാമാണ്. അപ്പോൾ മുടി നീക്കൽ ജായിസായത്, സുന്നത്തായത്, ഹറാമായത്, ഇങ്ങനെ പല സമയങ്ങളും വിശദീകരിച്ചു. തലമുടി. വയുക്രഹുൽ കസ്ഉ, ക്രോപ്പ് കറാഹത്താണ്. വഹുവ കസ് എന്ന് പറഞ്ഞാൽ ഹൽക്കു ബഅദിർ റസി, തലമുടിയിൽ അല്പം കളയലാണ്. ഇന്നത്തെ നമ്മുടെ യുവസമൂഹത്തിൻ്റെ സംസ്കാരം ഇതായി മാറിയിട്ടുണ്ട്. ഏതോ ആളുകളെ അനുകരിച്ചുകൊണ്ട് തലമുടി വ്യത്യസ്ത കോലത്തിലാണ് ഇന്ന് ജനങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. ഇസ്ലാമിൽ ഒരിക്കലും അത് ഭൂഷണമല്ല. മുലകുടിക്കുന്ന കുഞ്ഞിൻ്റെ തലമുടി പോലും ഇന്ന് വികൃതമാക്കി വെട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇസ്ലാമിലൊരു സംസ്കാരമുണ്ട്, ആ സംസ്കാരം വിട്ട് കളിക്കരുത്. ഇന്ന് ബാർബർ ഷോപ്പുകളിൽ പോയാൽ പല തലകളുടെയും ഫോട്ടോ കാണും. ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് എൻ്റെ തല, എൻ്റെ കുട്ടിയുടെ തല അങ്ങനെ ആക്കണമെന്നാണ് രക്ഷിതാവിൻ്റെ ആഗ്രഹവും ആവശ്യപ്പെടലും. അതല്ല നമ്മുടെ സംസ്കാരം. തലമുടി അല്പം വടിച്ചുകൊണ്ട് ബാക്കി വയ്ക്കുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ ക്രോപ്പ് നാം ഒക്കെ ഒഴിവാക്കണം. വലാ യുശ്റഉൽ ഹൽഖു ലിൽ ഉൻസ വലാ ലിൽ ഖുൻസ ഇല്ലാ ലി സലാസത്തിൻ, സ്ത്രീ, നപുംസകം, ഇവർക്ക് തലമുടി കളയാൻ പാടില്ല. 3 കാര്യങ്ങൾക്ക് 3 സമയത്ത് മാത്രം കളയാം. ഒന്നിൽ സാബിഇ വിലാദത്തിഹിമ, പ്രസവിച്ച 7-ാം ദിവസം പെൺകുട്ടിയാണെങ്കിലും മുടികളിൽ സുന്നത്താണ്. വലിത്തദാവി, ചികിത്സാവശ്യാർത്ഥം മുടി നീക്കേണ്ടി വന്നാൽ അപ്പോഴും പറ്റും. വലിൽ ഇസ്തിഖ്ഫായി മിൻ ഫാസിക്കിൻ, തെമ്മാടികളെ തൊട്ട് ഗോപ്യമായിരിക്കാൻ മുടി കളയേണ്ടി വന്നാൽ അപ്പോഴും പറ്റും, അല്ലെങ്കിൽ അവർക്ക് സുന്നത്തില്ല. അമാഫിൻ നുസുക്കി,
ഹജ്ജ് ഉംറ വേളകളിൽ ഫതുഖസ്സിറാനി അവർ വെട്ടുകയാണ് വേണ്ടത് ഇഹ്റാമിൽ തഹല്ലുലാവാൻ. വൈറ ദവായിബി മുൻമുടികളല്ലാത്ത മുടി വെട്ടുകയാണ് വേണ്ടത്. ബി ഖദ്രി അൻമുലത്തിൻ ഒരു ഫിംഗർ തുമ്പിൻ്റെ ഒരു വിരൽ തുമ്പിൻ്റെ അറ്റത്തിൻ്റെ കണക്കനുസരിച്ച് അത്രയും അളവിൽ. വയസ്സന്നു ദഫുനു ഷാരി റജുലിക്ക കുലാമത്തിഹി പുരുഷൻ്റെ തലമുടി മറവ് ചെയ്യൽ സുന്നത്താണ്. അവൻ്റെ നഖങ്ങൾ മറവ് ചെയ്യൽ സുന്നത്തായതുപോലെ തന്നെ പുരുഷൻ നഖം മുറിച്ചാൽ അത് മറവ് ചെയ്യൽ സുന്നത്താണ്, തലമുടിയും. എന്നാൽ വജിബു ദഫ്നു ആനത്തിഹി പുരുഷൻ്റെ ലിംഗമുടിയാണെങ്കിൽ മറവ് ചെയ്യൽ നിർബന്ധമാണ്. അത് മറ്റുള്ളവർ കാണുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. വജിബു ദഫ്നു ജമീഹ മിനൽ മറഅത്തി സ്ത്രീയിൽ നിന്ന് ഇത് മുഴുവനും മറക്കൽ നിർബന്ധമാണ്. മുടിയായാലും നഖത്തിൻ്റെ കഷ്ണങ്ങളായാലും സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ ഔറത്തായതുകൊണ്ട് അത് മറക്കൽ നിർബന്ധമാണ്.